ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. മാലിന്യം എപ്പോഴും നമുക്കൊരു പ്രശ്നമല്ലേ? ഒരു ഇൻഡിപെൻഡൻറ്റ് ഹോമിലുണ്ടാവുന്ന മാലിന്യത്തെക്കുറിച്ച് നാം ശരിക്കും ബോധവാന്മാരാണ്. അപ്പോൾ ഒരു അപ്പാർട്ട്മെൻ്റ് ആയാലോ? എങ്ങനെയാണ് ഇത്രയധികം മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ഇടപ്പള്ളി വട്ടേക്കുന്നത്തുള്ള സൗപർണിക ഏട്രിയത്തിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്കൊന്ന് നോക്കാം. വീഡിയോ കാണുന്നതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ്. കമൻറ്റും പോസ്റ്റ് ചെയ്യണം കേട്ടോ. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാലിന്യ സംസ്കരണം നടത്തുന്നതിന് ക്രെഡായി അഥവാ കൗൺസിൽ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ CCC സീറോ വേസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് മാലിന്യം ലാഭകരവും കാര്യക്ഷമവുമായി സംസ്കരിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ഇവിടെ നടപ്പിലാക്കുന്നു. ശരിയായതും ഫലപ്രദവുമായ മാലിന്യ സംസ്കരണത്തിനായി ഓരോ ഫാമിലിക്കും 3 കളറിലുള്ള ബക്കറ്റുകൾ വീതം നൽകിയിട്ടുണ്ട്. പച്ച ബക്കറ്റിൽ ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു, നീല ബക്കറ്റിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചുവന്ന ബക്കറ്റിൽ സാനിറ്ററി നാപ്കിൻ, ഡയപ്പറുകൾ, പാഡുകൾ തുടങ്ങിയവ വൃത്തിയാക്കിയും നിക്ഷേപിക്കണം. ഇതിൽ ഉപയോഗശൂന്യമായ തുണികൾ, പേപ്പറുകൾ, ചിരട്ട, ചകിരി എന്നിവയും നിക്ഷേപിക്കാം. ജൈവമാലിന്യങ്ങൾ കമ്പോസ്റ്റായി മാറ്റുന്നതിനും ജീർണിക്കാത്ത അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗത്തിനായി നൽകുന്നതിനും ഇവിടുത്തെ ജീവനക്കാർക്ക് പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളുടെ ടീം ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്കൊന്ന് നേരിട്ട് കാണാം. ഇത് മായ. രാവിലെ 9 മണിയോടെ ഓരോ ഫ്ലാറ്റിന് മുന്നിൽ നിന്നും മാലിന്യം തരംതിരിച്ച് ശേഖരിക്കുന്നു.
അങ്ങനെ 10 നിലയിലെയും ഒക്യുപ്പൻസിൻ്റെ മാലിന്യങ്ങൾ ശേഖരിച്ച് 10th ഫ്ലോറിൽ എത്തിക്കുന്നു. കേരളത്തിലുടനീളം സുസ്ഥിരമായ മാലിന്യ സംസ്കരണത്തിന് പരിഹാരങ്ങൾ നൽകുന്ന പ്രൊഫഷണൽ കമ്പനിയായ CCC സീറോ വേസ്റ്റ് ജൈവ മാലിന്യങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റുന്നതിന് വേണ്ട ഇക്വിപ്മെൻറ്റ്സും ജീവനക്കാർക്ക് വേണ്ട ട്രെയിനിങ്ങും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പോസ്റ്റ് ആകാൻ നിക്ഷേപിച്ച ഫുഡ് വേസ്റ്റ് ആണ്. പ്രോസസ്സിങ് ആരംഭിക്കുമ്പോൾ അറക്കപ്പൊടി അഥവാ മരപ്പൊടിയിലേക്കാണ് ഈ ഫുഡ് വേസ്റ്റ് ഇടുന്നത് കേട്ടോ. ഇതിൽ ഫെർമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വലിയ പീസസ് മാറ്റി ഉണക്കി കത്തിച്ച് കളയുന്നു. അതുപോലെ ബാക്കിയുള്ളതിൽ ഫെർമെൻറ്റ് ചെയ്യാൻ എളുപ്പമുള്ള വലിയ പീസസ് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കി അരിഞ്ഞിടുന്നു. എന്നിട്ട് 1 ലിറ്റർ വെള്ളം. ഇവർക്ക് ലഭിച്ചിട്ടുള്ള ഈ 2 ലിക്വിഡുകളിൽ നിന്നും 10 ml വീതം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ ഫുഡ് വേസ്റ്റിലേക്ക് സ്പ്രേ ചെയ്യുമെന്നാണ് മായ പറഞ്ഞത്. ഈ കെമിക്കൽ നമ്മൾ 10 മില്ലി വെച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഈ വേസ്റ്റ് അടിക്കും. വേസ്റ്റ് അടിച്ചിട്ട് ഈ വേസ്റ്റ് കൊണ്ട് മൂടും. എന്നുവെച്ചാൽ മരപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ വേസ്റ്റ് ഇട്ട് മൂടുന്നത്. അല്ലെങ്കിൽ അറക്കപ്പൊടി ഇങ്ങനെ കട്ടിയിലിടും. എന്നിട്ട് അതിന്റെ മുകളിലോട്ട് ഈ മരുന്ന് അടിച്ചിട്ട് അതിന്റെ മുകളിൽ വേസ്റ്റ് ഇടും. എന്നിട്ട് വേസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മരുന്ന് വേസ്റ്റ് അടിച്ച് കൊടുക്കും. എന്നിട്ട് അതിന്റെ മുകളിലോട്ട് അറക്കപ്പൊടി ഇട്ട് വെച്ച് പിറ്റേ ദിവസം അത് മൊത്തം മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് ശരിക്കും പൊടിയായിട്ട് വരും. അപ്പൊ ഇനിയിപ്പോ മൂടി കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ആവിയിലെടുക്കൂലേ, അതുപോലെ ഇരിക്കും സാധനം. ഫെർമെന്റ് ചെയ്യണതിന്റെ ചൂടാണ്. ഇപ്പൊ ചെമ്മീനുള്ളതാണ് നമ്മൾ ഇത്തിരി കൂടുതൽ ആഡ് ചെയ്യും. ചെമ്മീൻ്റെ വെള്ളമാണ്
ഇങ്ങോട്ട് നമ്മൾ മിക്സ് ചെയ്യും. ആ അതിന്റെ വ്യത്യാസം ഇവിടുന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മിക്സ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് അടിച്ചു വെക്കും. അടുത്ത ദിവസം നമ്മൾ വേസ്റ്റ് ഇടുന്ന അവിടെയാണ് അല്ലേ? അടുത്ത ദിവസം നമ്മൾ ഇതിങ്ങനെ ചെല്ലി ഇവിടെ വെക്കും. ഇവിടെ ഇട്ടിട്ട് ആ വേസ്റ്റ് ഇത് മൊത്തം ഇങ്ങനെ കയറ്റി മരുന്ന് അടിച്ചിട്ട് കയറ്റി ഇവിടെ വെക്കും. ഇത് ഇന്നിപ്പോ ഞാൻ മിക്സ് ചെയ്യാവുന്നതാണ്. ശരി ശരി. ഇതാണ് വേസ്റ്റ്. ബയോ വേസ്റ്റിന്റെ അല്ലേ? ഇതൊക്കെ അത് തന്നെ അല്ലേ? ഇതിപ്പോ ഇനി ആൾക്കാർ താമസിക്കാൻ വരുന്ന ഇതൊക്കെ ഫുള്ള് ഇനി ഇൻസിനേറ്ററിൽ കത്തിച്ച് കളയാനുള്ള വേസ്റ്റുമായിട്ടാണ് മായ പോകുന്നത്. ഇത് നമ്മൾ കത്തിച്ച് കഴിയുമ്പോൾ ചാരം ഇത് ഇവിടെ നിൽക്കാനില്ല. അല്ല ഇതിലൂടെയാണ് കത്തിക്കാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ കത്തിക്കാൻ മാത്രം ഇതിനകത്തേക്ക് വരും. ഇതിനകത്ത് കുപ്പി പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ മാറ്റും. പ്ലാസ്റ്റിക് മാറ്റും. പ്ലാസ്റ്റിക് ചിരട്ട മാറ്റുമോ? ചിരട്ട മാറ്റും. പ്ലാസ്റ്റിക് കുപ്പികൾ മാറ്റും. ചിരട്ടയുടെ ഏട്രിയത്തിലെ കെയർ ടേക്കർ ആയിരുന്ന പീറ്റർ സാറിന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. രാവിലെ 8:30 മണിക്ക് ഞങ്ങളുടെ ലേഡീസ് വന്നിട്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ നിന്നുള്ള വേസ്റ്റുകൾ കളക്ട് ചെയ്യും. ഫുഡ് വേസ്റ്റ് നമ്മൾ വെക്കുന്നത് ഗ്രീൻ ബക്കറ്റിലായിരിക്കണം. സ്നാഗി അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കേണ്ടത് റെഡ് ബക്കറ്റിലായിരിക്കണം. പ്ലാസ്റ്റിക് മറ്റു തരം സാധനങ്ങൾ നമ്മൾ നീല ബക്കറ്റിൽ വെക്കും. ഞങ്ങൾ ഈ ഫുഡ് വേസ്റ്റ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് 10ാം നിലയിലുള്ള പ്രോസസിംഗ് യൂണിറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകും. ഫുഡ് വേസ്റ്റ് നമ്മളിവിടെ പ്രോസസ് ചെയ്യും. അത് 15 ദിവസം കഴിയുമ്പോൾ അത് വളമായിട്ട് മാറും. ആ വളം നമുക്ക് ഫ്ലാറ്റിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിൽപ്പന ചെയ്യാം. ക്രെഡായിക്ക് കൊടുക്കുകയാണെങ്കിൽ ക്രെഡായി അത് പൈസ ഇല്ലാണ്ട് കൊണ്ടുപോകും.
സ്നാഗി അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ 1 കിലോയ്ക്ക് 65 രൂപ വെച്ച് അവർ കളക്ട് ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഇത് സ്നാഗി കളക്ട് ചെയ്യാനായിട്ട് ക്രെഡായിയുടെ വണ്ടി എത്തും. അത് അവരിവിടെ വെയ് ചെയ്തിട്ട് അതിന്റെ എമൗണ്ട് പിറ്റേ ദിവസം തന്നെ അടയ്ക്കണം. അതിനുശേഷം നമുക്കുള്ള ഈ വേസ്റ്റ് കത്തിച്ച് കളയുന്ന ചാരം അവർ കൊണ്ടുപോകും. അത് 1 കിലോയ്ക്ക് 7 രൂപ വെച്ച് അവർക്ക് കൊടുക്കണം. നമ്മൾ കത്തിക്കാൻ നമ്മൾ കത്തിക്കുന്ന കാരണം വെച്ചാൽ ഈ ഫുഡ് വേസ്റ്റിൽ ചിലപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ സാധനം ഉണ്ടാകും, അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുവന്ന പേപ്പർ ഉണ്ടാകും അതിനകത്ത്. ഇതെല്ലാം നമ്മൾ എടുത്തിട്ട് സോർട്ട് ചെയ്യും. പെണ്ണുങ്ങൾ നല്ല പണിയാണത്, കൈകിട്ട് വാരിയെടുക്കുന്നത്. അത് ചെയ്തിട്ട് നമ്മളത് കത്തിച്ച് കളയും. അവസാനം കത്തിച്ച് കളയും. അത് കഴിയുമ്പോൾ ചാരം ഉണ്ടാകും. അപ്പൊ നനഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക്കെല്ലാം നമ്മൾ കെട്ടി മുകളിൽ വെച്ചിട്ടുണ്ട്. അത് മന്ത്ലി അവർ വരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുക. അതിന് പൈസയൊന്നും ഇല്ല, പേയ്മെന്റ് ഉള്ളത് ഈ സ്നാഗിക്ക് മാത്രമേ. സ്നാഗി അങ്ങനെയുള്ള സാധനത്തിൽ 60. അത് ക്ലീൻ ഇടില്ല. പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല. പ്ലാസ്റ്റിക് തെർമോക്കോൾ ഇതെല്ലാം നമ്മൾ പുറത്ത് കൊടുക്കുകയാണ്. അവിടെ കത്തിക്കരുത് പറഞ്ഞിട്ടുണ്ട്. ഉരുകി പിടിക്കും. ഇപ്പോൾ നല്ല കറുത്ത പുകയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ കത്തിക്കാൻ പാടില്ല. കത്തിക്കെന്ന് പറയുന്നത് ഒരു ചിരട്ട ഉണ്ടെങ്കിൽ, ഒരു വിറകിന്റെ കെട്ടുണ്ടെങ്കിൽ, കടലാസിന്റെ കെട്ടുണ്ടെങ്കിൽ കത്തിച്ച് കളയാം. അതിന് ചാരം കൊണ്ടുണ്ടെങ്കിൽ അവർക്ക് 7 രൂപ വെച്ച് അവർക്ക് കൊടുക്കും, കിലോയ്ക്ക് കൊടുക്കും. പിന്നെ മന്ത്ലി അവരുടെ സർവീസ് ചാർജ് 3000 രൂപയാണ്. ക്രെഡായിട്ട് സർവീസ് ചാർജ് അവർ ഈടാക്കുന്നത് 3000 രൂപയാണ്. അപ്പൊ എല്ലാ മാസത്തിലും അവര് ബില്ല് അയച്ചു തന്നിട്ട് നമ്മളുടെ ഓഫീസിൽ നിന്ന് അത് പാസ്സായി പോകുന്നുണ്ട്. അത് ഈ സ്നാഗി കൊണ്ടുപോകുന്നത് മഞ്ഞ കവറിൽ മാത്രമേ കൊണ്ടുപോകും. നമ്മൾ വേറെ ഏത് കവർ വെച്ചാലും അവർ കൊണ്ടുപോകില്ല. മഞ്ഞ കവറാണെങ്കിൽ മാത്രം അവർ എടുക്കും. ചില്ല് അങ്ങനെയുള്ള സാധനങ്ങൾ അവർ എടുക്കില്ല. പിന്നെ നമ്മൾ ഈ സാനിറ്ററി ഐറ്റംസ് പൊട്ടിയത്, നമ്മുടെ ക്ലോസറ്റൊക്കെ പൊട്ടിയത് അതെടുക്കില്ല. അങ്ങനെ സാധനം എടുക്കില്ല. പിന്നെ ബിൽഡിംഗ് മെറ്റീരിയൽ നമ്മൾ കുത്തിപ്പൊടിച്ച കോൺക്രീറ്റ് അങ്ങനെ അതൊന്നും കൊണ്ടുപോകും. ബാക്കി സാധനം അത് കൊണ്ടുപോകുന്നുണ്ട്. ഇതുവരെ ഇപ്പൊ ഭംഗിയായിട്ട് അത് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ മാലിന്യം വലിച്ചെറിയൽ സംസ്കാരം നമുക്ക് ഉപേക്ഷിക്കാം. വൃത്തിയുള്ള പരിസരവും വൃത്തിയുള്ള നാടുമാകട്ടെ നമ്മുടെ ലക്ഷ്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ്. കമൻറ്റും പോസ്റ്റ് ചെയ്യണേ. താങ്ക് യു.